കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ ചിലവേറിയതായിരിക്കും. കേരളത്തിലെ എല്ലാത്തിനും വിലക്കയറ്റം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വേറൊരു നാട്ടിൽ വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലേക്കാളും 10 ഇരട്ടി വില കൊടുത്താണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഇവിടെ വാങ്ങുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ഇന്നൊരു മാളിൽ വന്നേക്കാണ്. മാളിലെന്ന് പറയുമ്പോൾ സുൽത്താൻ മാളാണ്. ബഹറിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മാളാണ് സുൽത്താൻ മാൾ. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഒരു മിനി ലുലു മോളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലുലു മോളിൻ്റെ അത്രയ്ക്കും വലിപ്പമില്ല. അതിൻ്റെ പകുതിയുടെ പകുതിയേ ഈ മോളുള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കണ്ടത്. അത്യാവശ്യം വിലയുണ്ട്. 15 ദിനാറിന് മേലെ ഓരോ സാധനത്തിനും വിലയുണ്ട്. വിയാൻ വന്നപ്പോൾ തന്നെ ട്രോളിയും തള്ളി അങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെയോ വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ വാങ്ങേണ്ടതെന്നൊരു ഡൗട്ടായിപ്പോയി. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ അത്യാവശ്യം വില കൂടുതലാണ്. അതാണ് ഒരു പ്രശ്നം. ഈ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പലതും എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. പിന്നെ എൻ്റെ വീക്ക്നെസ് പാത്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാലോ. പാത്രങ്ങൾ തപ്പിയാണ് ഞാൻ കൂടുതലും എവിടെ പോയാലും നടക്കാറുള്ളത്. ബക്കറ്റ്, കപ്പ്, പാത്രം വേണ്ട എല്ലാ സാധനങ്ങളും ഈ മാളിലുണ്ട്. ഇതിനൊക്കെ 8 ദിനാറിന് മേലാണ് പ്രൈസ് വന്നിട്ടുള്ളത്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഉണ്ട്. പിന്നെ അവിടുത്തെ വെച്ച് നോക്കാൻ ഇവിടെ പറ്റത്തില്ല. ഇവിടെ അത്യാവശ്യം നല്ല ചിലവാണ്. പിന്നെ അതും കഴിഞ്ഞ് എൻ്റെ കണ്ണിൽ കുടുങ്ങുന്നത് ഈ പാത്രമാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയ ചോറ്റും പാത്രമാണ്. ഇപ്പോൾ പല വെറൈറ്റി പാത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും കാലം പോയൊരു പോക്ക്. ബുക്കിൻ്റെ തന്നെ ഒരു അടാറ് സെക്ഷനാണ്. ഇഷ്ടംപോലെ പല കമ്പനികൾ. അതുപോലെ തന്നെയാണ് തേയിലയുടെ സെക്ഷൻ. പല രാജ്യത്തിൻ്റെയും പല കമ്പനികളുടെയും തേയില ഇവിടെ കാണാൻ പറ്റും. കുറേ വെറൈറ്റി. പിന്നെ എന്തായാലും തേയിലയല്ലേ, 10 അരച്ചാലും താളല്ലേ കറിയെന്ന് പറഞ്ഞാൽ തേയില തന്നെയാണല്ലോ. തേയിലയുടെ സെക്ഷനിൽ കുറച്ച് നേരം ഞാൻ അധികം നിന്നു. വാങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ക്രിമികേടിയാണ്. പിന്നെ ഇതും കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കോൾഗേറ്റിൻ്റെ സെക്ഷനിലാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്നതൊക്കെ തന്നെ ഇവിടെ കിട്ടും. പിന്നെ വേറെ പുതിയ 5-6 കമ്പനികളും അതൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ നമുക്കതൊന്നും വാങ്ങാൻ ഉദ്ദേശമുള്ളതുകൊണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയി. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ലിക്വിഡുകളാണ് ഇവിടെ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്. പിന്നെ കാണുന്നത് പാത്രങ്ങളാണ് മക്കളെ, പാത്രങ്ങളാണ്. എന്തോ എനിക്ക് പാത്രങ്ങൾ ഭയങ്കര വീക്ക്നെസ്സാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം ഞങ്ങൾ നടന്നു.